സ്തുതിച്ചു പാടിടും മഹിമ നിനക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ നിനക്ക്. എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കാം. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കാൻ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യേശു കർത്താവ് വലിയവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങേ പോലെ മറ്റാരുമില്ല. എല്ലാ മഹത്വത്തിനും, എല്ലാ പുകഴ്ചയ്ക്കും, എല്ലാ സ്തുതികൾക്കും, എല്ലാ ആരാധനയ്ക്കും യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധ ബൈബിളിൽ വെളിപ്പാടിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എല്ലാ മഹത്വവും ബഹുമാനവും സ്തുതിയും ആരാധനയും യേശു കർത്താവിനുള്ളതാണ്. യേശു അത്ഭുതം ചെയ്യുന്നവനാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. യേശു കർത്താവിൻ്റെ ജനനത്തിൽ തന്നെ, അല്ലെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. ജനനം, ജീവിതം, മരണം, പുനരുദ്ധാനം, മടങ്ങിവരവ്, ഇതെല്ലാം യേശു ക്രിസ്തു എന്ന് പറയുന്നത് തന്നെ അത്ഭുതത്തിൻ്റെ ദൈവമാണ്. ഒരു സഹോദരി, അവിവാഹിതയായവൾ, യാതൊരു പുരുഷന്മാരുമായും ബന്ധമില്ലാത്തവൾ, ഗർഭവതിയായി
പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത് ഒരു വലിയ അത്ഭുതമല്ലേ? പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ ജനനത്തിങ്കിൽ വിദ്വാൻമാര് പൊന്ന്, മോര്, കുന്തിരുക്കം ഇവ കൊണ്ട് കാഴ്ചവെച്ചിട്ട് നെടുമ്പാട് വീണ് കർത്താവിനെ വണങ്ങിയത് ഒരത്ഭുതമല്ലേ? 12ാമത്തെ തിരുവയസ്സിൽ ദേവാലയത്തിനകത്തിരുന്നിട്ട് മതപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും തർക്കിക്കുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ മുൻപിൽ, ആ വിവേകത്തിൻ്റെ മുൻപിൽ എതിർ പറയാൻ കഴിയാതെ അവർ വായടഞ്ഞു പോയത് അത്ഭുതമല്ലേ? പിന്നങ്ങോട്ട് കാനാവിലെ കല്യാണം മുതൽ, സ്നാനം മുതൽ, യേശുവിൻ്റെ സ്നാനം ഒന്ന് നോക്കി. എല്ലാ സ്നാനം പോലെയായിരുന്നു യേശു കർത്താവിൻ്റെ സ്നാനം. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാനിലൂടെ യേശു കർത്താവ് സ്നാനം കൈക്കൊള്ളുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, പുത്രനായവൻ ആ വെള്ളത്തിൽ യോർദാനിൽ നിൽക്കുന്നു. സ്വർഗം തുറന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സംസാരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം നമുക്കവിടെ കേൾക്കാം. പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ഒരേ സമയത്ത് ഒരു ബാപ്റ്റിസം നടക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒറ്റ സ്ഥലത്ത് വരികയാണ്, ഒറ്റ ഫ്രെയിമിൽ വരികയാണ്. ന്യായപ്രമാണത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാൻ ആ വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ബാപ്റ്റിസം ഒരു ഭയങ്കര മിറക്കിളാണ്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്, അന്ധന് കാഴ്ച കൊടുത്തത്, ചെകിടൻ്റെ ചെവി തുറന്നത്, ഊമരെ സംസാരിപ്പിച്ചത്, കടലിൻ്റെ മുകളിലൂടെ നടന്നത്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയത്, മരിച്ചുപോയ ലാസറിനെ 4-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് വന്നത്, കൂനയായ സ്ത്രീയെ നിവർത്തിയത്, 5 അപ്പവും 2 മീനും വാഴ്ത്തി വർദ്ധിപ്പിച്ച് വിളമ്പിയത്, ഇതിലെല്ലാം ഉപരിയായിട്ട് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും നൽകി നമ്മുടെ പാപവിമോചനത്തിനായി, വിമുക്തിക്കായി ക്രൂശിൽ കർത്താവ് മരിച്ചത്. ആ മരിച്ച കർത്താവിനെ ക്രൂശിൽ നിന്ന് അരിമത്യയിലെ മന്ത്രിയായ ജോസഫും നിക്കോദിമോസും കൂടെ ചേർന്ന് ഇറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി കർത്താവിനെ ആ അരിമത്യയിലെ മന്ത്രിയായ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കി കല്ലറവാതുക്കൽ കല്ല് ഉരുട്ടി വെച്ചു. അന്നത്തെ റോമൻ ഗവൺമെൻറ് പട്ടാളക്കാരെ കാവൽ നിർത്തി കല്ലറ മുദ്ര ചെയ്തു. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കല്ലറയിൽ ഇറങ്ങി വന്ന് 3-ാം നാൾ കല്ലറയെയും മരണത്തെയും ഭേദിച്ച്, മരണത്തെ ജയിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അത്ഭുതമല്ലേ? ഗലീലയിൽ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ആ ഗലീല മലയിൽ നിൽക്കുന്ന കർത്താവ് ഫ്ലൈറ്റില്ലാതെ, പാരച്യൂട്ടില്ലാതെ, യാതൊരു മാനുഷിക സംവിധാനങ്ങളും ഇല്ലാതെ ഒരു മേഘം അവനെ വന്ന് മൂടിയിട്ട് താൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയത്, സ്വർഗാരോഹണം ചെയ്തത് അത്ഭുതമല്ലേ? ഇനി തൻ്റെ മക്കളെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുന്നത് അത്ഭുതമല്ലേ? ഇതിലെല്ലാം ഉപരിയായിട്ട് പാപിയായ എന്നെ, പാപികളായ നിങ്ങളെ, തള്ളപ്പെട്ട, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, ജീവിതത്തിന് യാതൊരു അർത്ഥങ്ങളും ഇല്ലാതെ പോയ നമ്മെ അവൻ്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വീണ്ടെടുത്ത് നമ്മുടെ ജീവിതത്തെ യേശു ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയത്, നമ്മുടെ ലൈഫിനെ കർത്താവ് ബ്ലസ് ചെയ്തത്, ഡേ ടു ഡേ ലൈഫിൽ മുഴുവൻ, എവറി ഡേ ടിൽ ടുഡേ, ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് ചെയ്യുന്ന അത്ഭുതമല്ലേ? അതുകൊണ്ട് ആ ജനനത്തിന് മുൻപ് തന്നെ പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചത് യേശുവിനെ കുറിച്ച്, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ! യേശു വലിയവൻ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ മറ്റാരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയ